ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിലെ ലോവർ എനർജിയിലെ ഫേസ് ഷിഫ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് ഹാർഡ് സ്പിയർ സ്കാറ്ററിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇന്ന് അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എസ് വേവ് സ്കാറ്ററിംഗ് ഫോർ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ. ഇവിടെ ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ബൗണ്ടറി എ ആയിട്ടെടുക്കുന്നു. സോ the potential inside the potential well is equal to minus V0 and the potential outside the potential well is equal to 0. So we can write potential V of R is equal to minus V0 for R less than A and 0 for R greater than A. Then we can write the Schrodinger equation inside the potential well, that is for R less than A. പൊട്ടൻഷ്യലിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് V0 ആണ്. സോ ഷ്രോഡിങ്ങർ ഇക്വേഷൻ ഈസ് മൈനസ് h കട്ട് സ്ക്വയർ ബൈ 2 mu ഇൻറ്റു d സ്ക്വയർ psi ബൈ dr സ്ക്വയർ പ്ലസ് മൈനസ് V0 psi ഈസ് ഈക്വൽ ടു E psi. ആൻഡ് outside the potential well the potential is equal to 0. So Schrodinger equation is minus h cut square by 2 mu into d square psi by dr square is equal to E psi. ഇനി നമ്മൾ ഇക്വേഷൻ 1നെയും 2നെയും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. സോ ഇക്വേഷൻ 1 we can write d square psi by dr square is equal to minus 2 mu by h cut square into E plus V0 psi. ഇതിൽ 2 mu by h cut square into E plus V0യ്ക്ക് പകരം നമുക്ക് K0 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ d square psi by dr square is equal to minus K0 square psi, where K0 is equal to root 2 mu by h cut square into E plus V0. അതുപോലെ തന്നെ ഇക്വേഷൻ 2നെയും നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ വി ഗെറ്റ് d square psi by dr square is equal to minus K square psi, where K is equal to root 2 mu by h cut square into E. ഇനി ഇക്വേഷൻ 3ക്കും ഇക്വേഷൻ 4നും നമ്മൾ സൊല്യൂഷൻ എഴുതുവാണ്. സോ ഫോർ ഇക്വേഷൻ 3 we can write the solution as psi is equal to A sin K0R. അതുപോലെ തന്നെ ഇക്വേഷൻ 4ൻ്റെ സൊല്യൂഷനായിട്ട് psi is equal to C sin of KR plus delta 0. Here the solution satisfies the boundary condition psi of 0 is equal to 0. So we can say that psi is continuous at boundary. അതുപോലെ തന്നെ psiയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കും. So we can apply the boundary condition for this solution. So ബൗണ്ടറിയിൽ R is equal to A ആയിരിക്കും. സോ ഇക്വേഷൻ 5ൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ K0 Rന് പകരം K0 A എന്നാകും. സോ ഇക്വേഷൻ 5 become A sin K0 A is equal to 0. അതുപോലെ തന്നെ ഇക്വേഷൻ 6ൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് KR പ്ലസ് ഡെൽറ്റ 0യ്ക്ക് പകരം സൈൻ ഓഫ് KA പ്ലസ് ഡെൽറ്റ 0 എന്നാവും. സോ ഇക്വേഷൻ 6 become C sin of KA plus delta 0 is equal to 0. ഇനി ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. സോ A sin K0 A is equal to C sin of KA plus delta 0. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. A sin K0 Aയുടെ ഡെറിവേറ്റീവ് A K0 ഇൻറ്റു കോസ് K0 A. അതുപോലെ തന്നെ C സൈൻ ഓഫ് KA പ്ലസ് ഡെൽറ്റ 0യുടെ ഡെറിവേറ്റീവ് C ഇൻറ്റു K ഇൻറ്റു കോസ് ഓഫ് KA പ്ലസ് ഡെൽറ്റ 0. And then we have to divide equation A with equation B. So on LHS this A will be cancelled and this RHS this C will be cancelled. So on dividing we get equation as
1 by k0 tan k0a is equal to 1 by k tan of ka plus delta 0. സൈൻ ബൈ കോസ് എന്ന് വെച്ചാൽ ടാൻ ആണ്. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ടാൻ ഓഫ് കെ എ പ്ലസ് ഡെൽറ്റ 0 ഇസ് ഈക്വൽ ടു കെ ബൈ കെ 0 ഇൻറ്റു ടാൻ കെ 0 എ. ഇനി ജസ്റ്റ് എ വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ കെ എ ബൈ കെ 0 എ ഇസ് ഈക്വൽ ഇൻറ്റു കെ എ ബൈ കെ 0 ഇൻറ്റു ടാൻ കെ 0 എ. ഇവിടെ നമ്മുടെ എയിം ഡെൽറ്റ 0 അതായത് ഫേസ് ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ ഡിറ്റർമൈൻ ചെയ്യാണ്. അതിനുശേഷം ഡെൽറ്റ 0യുടെ ഇക്വേഷനെ നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഡെൽറ്റ 0യുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. കെ ഇസ് ഈക്വൽ ടു റൂട്ട് ട്യൂ മ്യൂ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ലോവർ എനർജീസിൽ കെയുടെ വാല്യൂ കുറവായിരിക്കും. സോ ഹിയർ വി ആർ കൺസിഡറിങ് ഫേസ് ഷിഫ്റ്റ് അറ്റ് ലോവർ എനർജി. സോ വി ക്യാൻ അസ്യൂം കെ as 0. സോ വി ക്യാൻ ഓൾസോ കൺസിഡർ കെ എ is equal to 0. ഇവിടെ ഇക്വേഷനിൽ ടാൻ കെ എ പ്ലസ് ഡെൽറ്റ 0 എന്നാണ്. അപ്പം കെ എ നെഗ്ലിജിബിൾ ആകുമ്പോൾ ടാൻ ഓഫ് കെ എ പ്ലസ് ഡെൽറ്റ 0യെ നമുക്ക് കെ എ പ്ലസ് ഡെൽറ്റ 0 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഇക്വേഷൻ ബിക്കം കെ എ പ്ലസ് ഡെൽറ്റ 0 ഇസ് ഈക്വൽ ടു കെ എ ബൈ കെ 0 ഇൻറ്റു ടാൻ കെ 0 എ. ഇനി കെ എ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ ഡെൽറ്റ 0 ഇസ് ഈക്വൽ ടു കെ എ ബൈ കെ 0 ഇൻറ്റു ടാൻ കെ 0 എ മൈനസ് കെ എ. ഇനി ഇതിൽ നിന്ന് കെ എ പുറത്തെടുത്താൽ ഡെൽറ്റ 0യുടെ വാല്യൂ കിട്ടും. ഡെൽറ്റ 0 ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ടാൻ കെ 0 എ ബൈ കെ 0 എ മൈനസ് 1. അപ്പോൾ നമുക്ക് ഫേസ് ഷിഫ്റ്റ് അതായത് ഡെൽറ്റ 0യുടെ വാല്യൂ ഡെൽറ്റ 0യുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. സിഗ്മ ഇസ് ഈക്വൽ ടു 4 പൈ ബൈ കെ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഡെൽറ്റ 0. ഇതിൽ ഡെൽറ്റ 0യ്ക്ക് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചേക്കുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് സിഗ്മ ഇസ് ഈക്വൽ ടു 4 പൈ ബൈ കെ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ ഓഫ് കെ എ ഇൻറ്റു ടാൻ കെ 0 എ ഡിവൈഡഡ് ബൈ കെ 0 എ മൈനസ് 1. ഇനി here k square and this k square get cancelled. So we can write equation for total scattering cross section. Sigma is equal to 4 pi a square into square of tan k0a divided by k0a minus 1. ഇനി ഇതിൽ k0a ഇക്വേഷൻ k0യുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. k0 is equal to root 2 mu by h cut square into e plus v0. So we can write k0a is equal to root 2 mu by h cut square into e a square plus v0 a square. ജസ്റ്റ് a വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇനി കെ ഇസ് ഈക്വൽ ടു റൂട്ട് ട്യൂ മ്യൂ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടാണ്. സോ k0യുടെ ഇക്വേഷനിലെ ട്യൂ മ്യൂ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇക്ക് പകരം നമ്മൾ കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ k0a ഇസ് ഈക്വൽ ടു റൂട്ട് കെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ട്യൂ മ്യൂ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു v0 എ സ്ക്വയർ. നമ്മൾ നേരത്തെ കണ്ടാണ് ലോവർ എനർജീസിലെ കെയുടെ വാല്യൂ നെഗ്ലിജിബിൾ ആണെന്ന്. സോ വി ക്യാൻ നെഗ്ലക്റ്റ് കെ സ്ക്വയർ എ സ്ക്വയർ ഇൻ ദിസ് ടേം. സോ k0a is equal to root 2 mu by h cut square into v0 a square. From this equation we can say that S wave scattering cross section is independent of
എനർജി. ഇവിടെ നമ്മൾ ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ കണ്ടു, സിഗ്മ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം scattering cross section is independent of energy when we consider scattering process with potential well or with attractive potential. Thank you.